മിശിഹായിൽ പ്രിയം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അസീസിയുടെ 800 വർഷത്തെ ചരിത്രം പറയുവാനുള്ള ഒരു ദേവാലയത്തിൽ നിന്നുമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുക. 800 വർഷങ്ങൾക്ക് മുൻപ് അസീസി രൂപതയുടെ കത്തീഡ്രലായിരുന്ന മരിയ മജോരെ ദേവാലയത്തിൽ നിന്നും ഇന്ന് കിയേസ ഡെല്ല സ്പൊല്യസിയോനെ എന്നറിയപ്പെടുന്ന ദേവാലയത്തിൽ നിന്നും വിശുദ്ധ ഫ്രാൻസിസ് സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവ് എന്ന് തിരിച്ചറിഞ്ഞ് സ്വപിതാവിനെയും ലോകത്തെയും ഉപേക്ഷിച്ച് സ്വന്തം പിതാവായി ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് യാത്ര തുടങ്ങിയ ആലയത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചല്ല നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. ഒരു കൊച്ചു വിശുദ്ധനെ കുറിച്ച് 21-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് വിശുദ്ധനായി മാറിയ കാർലോ അക്കൂത്തിസിനെ കുറിച്ച് സംസാരിക്കുവാനാണ് നിങ്ങളോട് കൂടെ ആയിരിക്കുക. വിശുദ്ധ ഫ്രാൻസിസിനെ ഏറെ സ്നേഹിച്ചിരുന്ന കാർലോ അക്കൂത്തിസിനെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് കാർലോ അക്കൂത്തിസിൻ്റെ കബറിടത്തിലേക്ക് പോയി തുടരാം. വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസിനെ കുറിച്ച് നാം എല്ലാവരും ഇപ്പോൾ കേട്ടിരിക്കും. കേൾക്കാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് നമുക്ക് മുൻപേ വിശുദ്ധനായി നമ്മെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു കൊച്ചു വിശുദ്ധൻ, ഏറ്റവും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധൻ വിശുദ്ധ കാർലോ അക്കൂത്തിസ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ദേവാലയത്തിനുള്ളിലാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഇടമായ അസീസിയിലെ പഴയ കത്തീഡ്രലിൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ കാർലോ അക്കൂത്തിസ്, വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസ് വിശ്രമം കൊള്ളുന്നതിന് പുറകിൽ ഒരു കഥയുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിനെ ഏറെ സ്നേഹിച്ചിരുന്ന വിശുദ്ധനായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയായിരുന്നു കാർലോ അക്കൂത്തിസ്. വിശുദ്ധ ഫ്രാൻസിസിനോട് കാർലോ അക്കൂത്തിസിന് സ്നേഹം തോന്നുവാൻ 3 കാരണങ്ങളായിരുന്നു. ഒന്ന്, വിശുദ്ധ ഫ്രാൻസിസിന് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കാർലോയെ ഏറെ ആകർഷിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിന് പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന സ്നേഹം കാർലോ അക്കൂത്തിസിനെ ഏറെ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസിന് പാവപ്പെട്ടവരോടും പതിതരോടും ഉണ്ടായിരുന്ന സ്നേഹവും കാർലോ അക്കൂത്തിസിനെ വിശുദ്ധ ഫ്രാൻസിസിനോട് ഏറെ സ്നേഹമുള്ളവനാക്കി തീർത്തു. കാർലോ അക്കൂത്തിസിനെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കാർലോ അക്കൂത്തിസ് ജനിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു എങ്കിൽ ജീവിച്ചത് മിലാൻ എന്ന വലിയ നഗരത്തിലായിരുന്നു. ചെറുപ്പകാലം മുതലേ, ഓർമ്മ വെച്ച കാലം മുതൽ വിശുദ്ധ കുർബാനയോട് അതിയായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന കാർലോ അക്കൂത്തിസ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് തന്നെ പറയാം. രോഗാതിഥനായിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുകയും വിശുദ്ധ കുർബാനയോട് ഏറെ ആഴപ്പെട്ട ബഹുമാനവും സ്നേഹവും പുലർത്തുകയും ചെയ്തിരുന്ന വിശുദ്ധ കാർലോ അക്കൂത്തിസ് മരണസമയമായപ്പോൾ തൻ്റെ അവസാന ആഗ്രഹമായി പറഞ്ഞത് എന്നെ അസീസിയിൽ അടക്കം ചെയ്യണം എന്നാണ്. അങ്ങനെയാണ് മിലാനിൽ ജീവിച്ചിരുന്ന കാർലോ അക്കൂത്തിസ് മിലാനിൽ നിന്നും ഏറെ ദൂരമുള്ള അസീസിയിൽ അടക്കപ്പെട്ടത്. അതിനുശേഷം നാമകരണ പദ്ധതികളുടെ പൂർത്തീകരണമായി വിശുദ്ധ കാർലോ അക്കൂത്തിസിൻ്റെ ബോഡി കുഴിയിൽ നിന്നും എടുത്ത് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഏവർക്കും വണങ്ങുവാൻ ആകുന്ന രീതിയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആധുനിക യുഗത്തിൽ കാർലോ അക്കൂത്തിസ് ജൂലൈ 1-ാം തീയതി മാർപ്പാപ്പയും കോളേജ് ഓഫ് കാർഡിനൽസും ചേർന്ന് വിശുദ്ധ കാർലോ അക്കൂത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ സഭ സന്തോഷിക്കുന്നു. നമുക്ക് ഏവർക്കും ഒപ്പം സന്തോഷിക്കുവാൻ സാധിക്കുന്നു. കാരണം പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പരിശുദ്ധ കുർബാനയോടുള്ള ആദരവ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ട്. വിശുദ്ധ കാർലോ അക്കൂത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനായി മാർപ്പാപ്പ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച ഒരു അത്ഭുതമുണ്ട്. വലേറിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഫ്ലോറൻസിൽ തൻ്റെ സൈക്കിളിൽ പോകുമ്പോൾ താഴെ വീണ് അപകടം പറ്റുകയും പരിക്ക് പറ്റി അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. ആശുപത്രികളിൽ കൊണ്ടുചെന്നപ്പോൾ
വൈദ്യശാസ്ത്രം വിധി എഴുതി ഈ കുട്ടി ഇനി ജീവിക്കുകയില്ല, കോമയിലായ അബോധാവസ്ഥയിലായ ഈ കുട്ടി ഇനി അബോധാവസ്ഥ വിട്ട് തിരിച്ചു വരികയില്ല എന്നും മരണപ്പെട്ടു പോകും എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് ആശുപത്രിയിൽ കോമയിൽ കിടന്ന ആ കുഞ്ഞിന്റെ അമ്മയുടെ ഏതോ കൂട്ടുകാരികൾ പറഞ്ഞ കേട്ട് കാർലോ അക്കൂത്തിസിനെ കുറിച്ച് കേട്ട് ഈ ദേവാലയത്തിൽ, ഈ കബറിടത്തിന് മുൻപിൽ, ഈ ശരീരത്തിന് മുൻപിൽ വന്നിരുന്ന് ഈ കാർലോയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ വിളിയെത്തുന്നു. ഇതാ നിങ്ങളുടെ മകൾ കണ്ണു തുറന്നു, അവൾ ബോധാവസ്ഥയിലായി, അവൾ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു അത്ഭുതം സഭ അംഗീകരിച്ചിട്ടാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് കാർലോ അക്കൂത്തിസിനെ ആകർഷിച്ചത് തൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ സ്നേഹത്താലും പ്രണയത്താലുമാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്താലും പ്രണയത്താലുമാണ്. അതുപോലെ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്താലും കരുതലിനോടുമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മെ വിശുദ്ധ കാർലോസ് അക്കൂത്തിസും വിശുദ്ധ ഫ്രാൻസിസും ക്ഷണിക്കുന്നതും ഈ ആധുനിക യുഗത്തിന്റെ വിശുദ്ധരാണ്. 800 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാലും ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്ന രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുവാൻ മാത്രം ശക്തനായ ഒരു വിശുദ്ധനായി എങ്കിൽ ലോകം മുഴുവൻ ആകർഷിക്കപ്പെടുന്ന ഈ 800 വർഷങ്ങൾക്ക് ശേഷവും ലോകത്തെ പ്രചോദിപ്പിക്കുന്ന വിശുദ്ധനായി മാറിയെങ്കിൽ ആ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രചോദനം ഉൾക്കൊണ്ട കാർലോ അക്കൂത്തിസ് നമ്മെയും ക്ഷണിക്കുന്നത് പരിശുദ്ധ കുർബാനയോടെ സ്നേഹിതരാകുവാനാണ്. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയെ വണങ്ങുവാനും പരിശുദ്ധ കുർബാനയായി മാറുവാനും കാർലോ അക്കൂത്തിസ് നമ്മെ ക്ഷണിക്കുമ്പോൾ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ നിമിഷം വിശുദ്ധന്റെ മാധ്യസ്ഥതയാൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധന്റെ മാധ്യസ്ഥതയാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നാം എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.